വലിയൊരു സ്തുതിഗീതം. ഇത് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ സംഭവിക്കുക, ദൈവത്തിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ മുമ്പിലുള്ള അസാധ്യ കാര്യങ്ങൾ എത്ര നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. വചനം ഇതാണ്, വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. പരിചയമുള്ളതാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ പരിശുദ്ധൻ നമ്മളൊന്ന് ആവർത്തിച്ച് പിന്നെ മനസ്സിലൂടെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വചനം നേരത്തെ അറിയാമായിരുന്നു. അതിന്റെ ശക്തി ഇന്നങ്ങ് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആവർത്തിച്ചത് അതിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലോട്ട് നിറയട്ടെ. ഇതെന്താ സംഭവിക്കുന്ന അറിയോ? ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ സ്തുതിപ്പ് ഇത്ര ശക്തമാണെന്ന് പറയേണ്ട കാരണം ഇതാണ്, ഇത് ദൈവം ആരാണ് എന്ന് നമ്മൾ ഏറ്റുപറയാണ്. ആയിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, വരാനിരിക്കുന്നവനാണ്. ആ ദൈവം സർവശക്തനാണ്, കർത്താവാണ്, അവിടുന്ന് പരമപരിശുദ്ധനാണെന്ന് നമ്മൾ ഏറ്റുപറയാണ്. എന്തിനായിരുന്നറിയോ? അസാധ്യത നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്, ദുഷ്കരമായ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. ഇതിന്റെ പഴയ കാലങ്ങളിൽ